കിസാൻ നിധിയെക്കുറിച്ച് അഥവാ പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ച് സൈബർ ലോകത്ത് കുപ്രചരണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു സത്യാവസ്ഥ നിങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു നടക്കുന്നത്, അതായത് ചില സമൂഹ വിരുദ്ധർ, അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞു നടക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ അവർക്ക് കിട്ടാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയപരമായ ഗൂഢാലോചനയുണ്ടാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അർഹതപ്പെട്ടവർക്ക് അത് കിട്ടാതെ സ്വ- അവ- തങ്ങൾക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാകാം അങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധർ. ആ വേർഡ് തന്നെ നമ്മൾ പറയണം. മറ്റുള്ള ജനങ്ങളെ, പാവപ്പെട്ട ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കൂടെ നേടിയെടുക്കുന്ന ചില കുപ്രചരണക്കാരെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ അവരെന്താ പറഞ്ഞു നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ കൃഷിഭൂമി എന്ന് നമ്മുടെ കൊടുക്കുന്ന അപേക്ഷയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, അതായത് കിസാൻ നിധിയിലേക്കുള്ള അപേക്ഷയിൽ കൃഷിഭൂമി എന്ന് നമ്മൾ എഴുതുമ്പോൾ, ഭൂമി കേരള ഗവൺമെന്റിന്റെ ഡേറ്റാ ബാങ്കിലോട്ട് പോകും. അതുപോലെ തന്നെ അത് 6000 രൂപ നമ്മൾ വാങ്ങിയാൽ അതൊരു മറ്റൊരു കെണിയാകും. ആ കെണിയിൽ പെട്ടുപോയാൽ നമുക്ക് നമ്മുടെ വസ്തു വിൽക്കാനോ അല്ലെങ്കിൽ അതിൽ ഒന്ന് വേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനോ ഒന്നും കഴിയില്ല എന്നും മറ്റുമുള്ള പ്രചരണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പദ്ധതിക്ക് സംസ്ഥാന സർക്കാരുമായോ അവരുടെ ഡാറ്റാ ബാങ്കുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഈ പ്രചരണങ്ങളിൽ വിശ്വസിക്കാതെ സാമ്പത്തിക സഹായം നേടിയെടുക്കാൻ കൃഷി വകുപ്പ് തന്നെ നമ്മെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവർ കാർഷിക ഡയറക്ടറേറ്റിലെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം. ഈവൻ ഞാനും വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇത്തരം വാട്സാപ്പ് മെസ്സേജുകൾ ചില സാമൂഹ്യ വിരുദ്ധർ അടിച്ചിറക്കുന്നതാണ്. അതായത് സ്വന്തമായി ഒരു ഐഡന്റിറ്റിയും ഇല്ലാതെ ഈ പറയുന്നത് ആളാരാണെന്നോ അല്ലെങ്കിൽ എന്തിനു പറയുന്നു, എവിടെ നിന്ന് പറയുന്നു അറിയാതെ ചുമ്മാ പൊതുജനങ്ങളെ കഴുതകളാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സമൂഹത്തിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കൂട്ടായ ശ്രമമാണിത്. അപ്പോൾ അങ്ങനെയുള്ളവരെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക. അതുപോലെ തന്നെ അത്തരം ഫോർവേഡുകളൊന്നും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാതിരിക്കുക. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നമുക്ക് വിശ്വാസം വരണമെങ്കിൽ നമ്മുടെ കൃഷി വകുപ്പ് അല്ലെങ്കിൽ നമ്മുടെ കാർഷിക ഡയറക്ടറേറ്റിൽ വിളിച്ചു ചോദിക്കുക. അതിനുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡേറ്റാ ബാങ്കിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു വലുതാണ്. അത് ഇവിടെ പറഞ്ഞാൽ പോലും തീരില്ല. അതുകൊണ്ട് ഞാൻ അതിലോട്ട് കൂടുതൽ കടക്കുന്നില്ല. ഈ ഡേറ്റാ ബാങ്കിൽ ഭൂമിയുടെ ഇൻഫർമേഷൻ ഉൾപ്പെടുത്തുന്നതിന് ഒരു സങ്കീർണമായ പ്രക്രിയകളുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഈ കിസാൻ കിസാൻ സമ്മാൻ നിധിയിലെ ഈ ചെറിയ ഫോമാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിലൊരു കോളത്തിൽ നമ്മൾ ഡിക്ലറേഷൻ ഉണ്ട്. അങ്ങനെ ഒരു ചെറിയ ഡിക്ലറേഷൻ കൊടുത്തത് കൊണ്ട് മാത്രം നമ്മുടെ നമ്മുടെ ലാൻഡ് ഡേറ്റാ ബാങ്കിൽ പോകത്തില്ല. ആദ്യം ഇത് പറഞ്ഞയാൾ വിഡ്ഢിയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഡേറ്റാ ബാങ്കിൽ പോകുന്നതിനും, അല്ലെങ്കിൽ നമ്മുടെ ലാൻഡിന്റെ ഇൻഫർമേഷൻ ഡേറ്റാ ബാങ്കിൽ എത്തിക്കുന്നതിനും അതിൽ നിന്ന് പുറത്ത് കളയുന്നതിനുമൊക്കെ സങ്കീർണമായ പ്രോസസ്സാണുള്ളത്. ഒരു ചെറിയൊരു ഫോമിൽ എഴുതി കൊടുത്തു എന്ന് വെച്ചിട്ട് ഒരിക്കലും അങ്ങനെ ചീറ്റ് ചെയ്യത്തില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കയ്യോർത്താണ് അല്ലെങ്കിൽ ചേർന്നാണ് ഈ ഒരു പ്രൊജക്ട് നടപ്പിലാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാന സർക്കാർ, ഇവരെല്ലാവരും കൂടി ചേർന്ന് ജനങ്ങളെ ചതിക്കുന്നതിന് വേണ്ടി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഒരുപക്ഷെ ജനങ്ങൾക്ക്, താഴെ തട്ടിലുള്ള പാവങ്ങൾക്ക്, അല്ലെങ്കിൽ കൃഷി ഉപജീവനമായി എടുക്കുന്നവർ, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവർ, കർഷകരായ, അതായത് ഏത് തരം കൃഷി, ഒരു സെന്റിലെങ്കിൽ 1 സെന്റ്, 10 സെന്റെങ്കിൽ 10 സെന്റ്, അത് ഞാൻ പറഞ്ഞല്ലോ, 4 ഏക്കർ 94 സെന്റ് വരെയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതത്രയും ഈ ലിമിറ്റിനുള്ളിൽ കൃഷി ചെയ്യുന്നവർക്ക് ഒരു ചെറിയൊരു സമാശ്വാസം എന്ന രീതിയിലാണ് ഇത് നടത്തുന്നത്. ഇതിനകത്ത് വേറൊരു കൺകെട്ട് വിദ്യയോ വേറൊരു ചതിയോ ഒന്നുമില്ല. അത് കുപ്രചാരം മാത്രമാണ്. അതുപോലെ തന്നെ ഈ ഇത്തരം നിധിയെക്കുറിച്ച്, ഈ കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണജനകമായ പ്രചരണങ്ങൾക്കെതിരെ കൃഷി വകുപ്പ് തന്നെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി കിസാൻ നിധിയുടെ അപേക്ഷയിൽ സ്ഥലം കൃഷിഭൂമി തന്നെയാണെന്ന് കർഷകൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആ ഭൂമി സംസ്ഥാന സർക്കാരിന്റെ ഡേറ്റാ ബാങ്കിലോട്ട് പോകുമെന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ കൃഷി വകുപ്പ് രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കിസാൻ നിധിയുടെ അപേക്ഷയിൽ ഭൂമി കൃഷിഭൂമിയാണെന്നും അത് കർഷകൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആ ഭൂമി ഒരിക്കലും ഡേറ്റാ ബാങ്കിലേക്ക് പോകുന്നില്ലെന്ന് ഉന്നത കൃഷി വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കത് വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ തന്നെ അത് ക്ലിയറോടെ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതിലൊന്നും യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിനെ താഴ്ത്തിക്കെട്ടുവാൻ അല്ലെങ്കിൽ തകർക്കുവാൻ വേണ്ടി ഉള്ള പ്രചാരണങ്ങളാണ് വാട്സാപ്പിലൂടെയും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുന്നതെന്ന് കൃഷി വകുപ്പ് തന്നെ അവരുടെ വോയിസിലൂടെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട്സിൽ അത് തെളിയിച്ചിട്ടുണ്ട്, അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കിസാൻ നിധിയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ, അതായത് പ്രധാനമന്ത്രി കിസാൻ നിധി, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കേന്ദ്ര പദ്ധതിയാണത്. പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ അതൊരിക്കലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പദ്ധതി അല്ലത്. അപ്പോൾ അതൊരു കേന്ദ്ര പദ്ധതി തന്നെയാണ്. അപ്പോൾ ഡാറ്റാ ബാങ്ക് എല്ലാം സർക്കാർ പദ്ധതികളുടെ ഭാഗമാണ്, അതായത് സംസ്ഥാന സർക്കാർ പദ്ധതികളുടെ ഭാഗമാണ് നമ്മുടെ കേരളത്തിന്റെ കേസ് വരുമ്പോൾ. അതുപോലെ തന്നെ കേരളത്തിലെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ മുൻകൂട്ടി തന്നെ വരികയും അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഏതൊക്കെ ഭൂമിയാണ് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന കാര്യത്തിൽ സർക്കാരിന് വ്യക്തമായ ധാരണയുണ്ട്. അതിന് പ്രത്യേകം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോസസ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സും കോംപ്ലക്സ് ആണ്. ഇപ്പോൾ കിസാൻ നിധിയിലേക്കുള്ള അപേക്ഷകർ പോകുന്നത് കേന്ദ്ര സർക്കാരിലാണ്, അത് സംസ്ഥാന സർക്കാരിൻ്റെ ഡേറ്റാ ബാങ്കിലോട്ടല്ല ഇത് പോകുന്നത്. തീർച്ചയായിട്ടും പോകുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ഇത് എക്സ്ക്ലൂസീവ്ലി ദിസ് ഈസ് ഗിവൺ ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇതിൽ യാതൊരു ഫിനാൻഷ്യൽ പരമായിട്ട് യാതൊരു പങ്കുമില്ല. പക്ഷേ ഡേറ്റ കളക്ട് ചെയ്ത് കൊടുക്കുന്നു, ഇൻഫർമേഷൻ, അത് ഓരോ സ്റ്റേറ്റിലെ ജനങ്ങളുടെ ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ അതാത് സംസ്ഥാന സർക്കാരിൻ്റെ കടമയാണ്. അപ്പോൾ അത് മാത്രമേ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇതിൽ റോളുള്ളൂ. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പിന്തുടരുന്നു. അതുപോലെ തന്നെ പദ്ധതിയും സംസ്ഥാന സർക്കാരുമായി നേരിട്ടുള്ള ബന്ധമില്ല. അതുപോലെ നെൽവയൽ തണ്ണീർത്തട നിയമവുമായി ബന്ധപ്പെട്ടാണ് ഡാറ്റാ ബാങ്ക് ഉള്ളത്. അത് ഈ കുപ്രചരണങ്ങൾ നടത്തുന്ന സാമൂഹ്യ വിരുദ്ധർക്ക് അറിയില്ലത്. നെൽവയൽ തണ്ണീർത്തട നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഡാറ്റാ ബാങ്ക് ഉള്ളത്. അപ്പോൾ 2008 വന്ന നിയമമാണ് ഈ നെൽവയൽ തണ്ണീർത്തട നിയമം എന്ന് പറയുന്നത്. അത് വന്നിട്ട് തന്നെ ഏകദേശം ഒരു പതിറ്റാണ്ടായി. ഡാറ്റാ ബാങ്കിൽ അടയാളപ്പെടുത്തുന്ന ഭൂമിയിൽ വീട് വയ്ക്കുകയോ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോ നടപടിക്രമങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന നമുക്ക് തുച്ഛമായ ചെറിയൊരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരിക്കലും ഇത്തരം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാ ബാങ്കിലോട്ട് പോകുന്നില്ല. അതാദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആദ്യ ഗഡുവിൽ പലർക്കും പൈസ ലഭിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി കേരളത്തിൽ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടത്തും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പലർക്കും ആദ്യ ഗഡു ലഭിച്ചിട്ടുണ്ട്. ആദ്യ ഗഡു മാർച്ച് 31 അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ എല്ലാ ഗഡുവും കിട്ടും. അതിൽ ഇപ്പോൾ ചിലർ പറയുന്നു ഫെബ്രുവരി 22 മുന്നേ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ആദ്യ ഗഡു കിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട്, പക്ഷേ അതെല്ലാവർക്കും കിട്ടും. ആർക്കും, അതായത് നമുക്കത് ഇതിൽ ഭൂമി കൃഷിയോഗ്യമായിട്ട് ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും, ഉപജീവനം നടത്തുന്ന എല്ലാവർക്കും ഇതിൻ്റെ എല്ലാ ഗഡുക്കളും കിട്ടും. അതിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ 5 സെന്റ് വീടാണ്, 5 സെന്റിൽ ഇരിക്കുന്ന വീടാണ്. അപ്പോൾ അതിന് ഒരു കൃഷി സ്ഥലമായിട്ട് കൊടുക്കുന്നതിനൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ 1 സെന്റിൽ കൃഷി ചെയ്താലും അത് അവർ അംഗീകരിക്കും. പക്ഷെ ചിലർ ഇങ്ങനെ ചോദിക്കുന്നതാണ്, 5 സെന്റിൽ വീടുണ്ട്, അപ്പോൾ അതിൽ കൃഷി ചെയ്യുന്നതിനുള്ള സ്പേസ് കുറവാണല്ലോ. അപ്പോൾ അതൊരു ചിലപ്പോൾ കൃഷി വകുപ്പ് വന്ന് ഒരു റാൻഡം ഇൻസ്പെക്ഷനൊക്കെ നടത്തിയേക്കാം എന്നാണ് കൃഷി വകുപ്പ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അവിടെ കൃഷിയൊന്നും കണ്ടില്ല എങ്കിൽ ഒരുപക്ഷെ അത് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ, ചെറിയൊരു അടുക്കളത്തോട്ടമെങ്കിലും ഉണ്ടെങ്കിൽ, 1 സെന്റിലെങ്കിലും നിങ്ങൾ ഫുള്ളായിട്ട് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കണം. ഇത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ജനങ്ങൾക്കും, പാവപ്പെട്ട ജനങ്ങൾക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ ചെറുകിട ഇടത്തരം കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമാശ്വാസ പദ്ധതിയാണ്. അതുകൊണ്ട് ഇത്തരം സാമൂഹ്യ വിരുദ്ധരുടെ വാക്കുകൾ കേട്ട്, അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത, ആരാണെന്നോ എന്താണെന്നോ പറയാത്ത ചിലർ അടിച്ചുവിടുന്ന ഗീർവാണങ്ങൾ വിശ്വസിച്ച് കൺഫ്യൂസ് ആകാതിരിക്കുക. അങ്ങനെ കൺഫ്യൂസ് ആയാൽ നിങ്ങൾക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഈ ഒരു ചെറിയൊരു സഹായം മറ്റുള്ളവർ, ഈ സാമൂഹ്യ വിരുദ്ധർ നേടിക്കൊണ്ട് പോകുക തന്നെ ചെയ്യും. അതിനുള്ള ഇട കൊടുക്കാതിരിക്കുക. ഇത്തരം പരിഭ്രാന്തി പരത്തുന്ന മെസ്സേജുകളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. അതുപോലെ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിലൊരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃഷി വകുപ്പിനെ തന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. ചിലപ്പോൾ ലൈൻസ് കുറച്ച് ബിസി ആവും. ആ നമ്പർ എന്ന് പറയുന്നത് 047123039990 ആണ്. തീർച്ചയായിട്ടും അവർ വളരെ ഹെൽപ്ഫുൾ ആണ്. അവർ നല്ല ഇൻഫർമേഷൻ തരിക തന്നെ ചെയ്യും. ഇപ്പോൾ ഞാൻ ഇവരെ തന്നെയാണ് വിളിച്ച് ചോദിച്ചത്, അല്ലെങ്കിൽ കുറച്ച് ഓഫീസേഴ്സ് നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. കിട്ടിയ ഇൻഫർമേഷൻ ഇതാണ്. അങ്ങനെ യാതൊരുവിധ ചീറ്റിങ്ങും ഇതിലില്ല.
ഇത്തരം മെസ്സേജുകൾ ഫേക്കാണ്, അത് ന്യൂസൻസ് ആണ്, അതിനെ അപജ്ഞയോടെ തള്ളിക്കളയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിവേ, ഈ ഒരു നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയം ദൂരീകരിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ആൾ. വിൽ ബി ബാക്ക് വിത്ത് അനദർ യൂസ്ഫുൾ എപ്പിസോഡ്.